ഹലോ ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് DHIC സെക്കൻഡ് ഇയേഴ്സിന്റെ പേപ്പർ 4 സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. സോഷ്യോളജിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ ഒന്നാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ടോപ്പിക്സിൽ നിരന്തരമായി നമ്മൾ കാണുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നമ്മുടേതായ സെന്റൻസിൽ എഴുതാൻ പറ്റിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കുറച്ച് സാധനങ്ങൾ മാത്രം, അതിന്റെ കണ്ടന്റ്സ് എന്താണ്, അതിന്റെ കോർ എന്താണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജനറലി ഒരു ഐഡിയ തരാം. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഒരു സാമൂഹികമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു സമൂഹം നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു സോഷ്യൽ ഇന്ററാക്ഷൻസിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു അവിഭാജ്യമായ ഒരു ഘടകമാണ്, അല്ലെ? അപ്പോൾ നമുക്ക് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബിഹേവിയർ നമ്മൾ സോഷ്യലി അക്സെപ്റ്റഡ് ആവണം. ആ സോഷ്യലി അക്സെപ്റ്റഡ് ആവുന്നത് പല തരത്തിലാണ്. നമ്മുടെ ഏജും ജെൻഡറും അങ്ങനത്തെ പല ക്ലാസിഫിക്കേഷൻസിൽ എന്താ പറയാ മിക്സ് ആയിട്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ ഒരു നല്ലൊരു അംഗമാവുന്നത്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെമ്പർ ആവാനായിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെ? നമ്മളൊരു കുഞ്ഞായിട്ട് ഇങ്ങനെ ജനിച്ചു വന്ന് നമ്മളൊരു ഫാമിലിയിൽ കുറച്ച് ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നു. അടുത്ത് കുറച്ച് അതുവഴി നമുക്ക് കുറച്ചൊരു ചേഞ്ചസും നമ്മുടെ ബിഹേവിയറിലും ആറ്റിറ്റ്യൂഡ്സിലും ഒക്കെ ഒരു ചേഞ്ചസ് വരുന്നു. നമ്മൾ ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. ശേഷം നമ്മൾ റിലേറ്റീവ്സിനെ പരിചയപ്പെടുന്നു. അപ്പൊ അതിൽ കുറച്ചുകൂടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ഒരു മുതിർന്ന ആളെ കണ്ട എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം, അവരെങ്ങനെ വിഷ് ചെയ്യണം, അവരോട് എങ്ങനെ പെരുമാറണം എന്നും അങ്ങനെ പഠിക്കുന്നു. അടുത്ത് പിന്നെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ വരുമ്പോൾ കുറച്ചുകൂടെ ചേഞ്ചസ് വരുന്നു. എങ്ങനെ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് ഇരിക്കാം എന്ന് നമ്മൾ പരിചയപ്പെടുന്നു. അടുത്ത് ഇനി ഒരു സൊസൈറ്റിയിലോട്ട് പോകുന്നു. ഒരു നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു പുതിയൊരാളെ കാണുമ്പോൾ എങ്ങനെ പരിചയപ്പെടണം, അതിലെന്ത് ശരിയും തെറ്റും ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അതെല്ലാം നമുക്കിങ്ങനെ മനസ്സിലാക്കി തരുന്നത്, അതിപ്പോ നമ്മൾ ഡയറക്ട്ലി ആയിരിക്കാം ഇൻഡയറക്ട്ലി ആയിരിക്കാം, നമുക്കിങ്ങനെ മനസ്സിലാക്കി തരുന്നത് ഇതുപോലത്തെ കുറച്ച് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കാരണമാണ്, അതല്ലേ? അപ്പൊ ഈ സോഷ്യലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ടു ബിക്കം എ അക്സെപ്റ്റബിൾ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റബിൾ മെമ്പർ ആവണം നമുക്ക്. അതൊരു ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മളെ അക്സെപ്റ്റബിൾ ആക്കുന്നതെന്ന് ഒരു ലേൺ ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെയുള്ള ഒരു ആവറേജ് ഒരു 60-70 ഇയേഴ്സ് ഓഫ് ലൈഫ് സ്പാനിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തുടങ്ങി പല ഏജ് ഗ്രൂപ്പിലോട്ട് പോയി പല സിറ്റുവേഷൻസിൽ നമ്മളിപ്പോ ചെന്ന് പെടുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഇൻവോളണ്ടറി ആണ്. ഇപ്പൊ നമ്മളും ആലോചിച്ചാൽ അറിയാം, നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ആരുടെ അടുത്തും മിണ്ടാറൊന്നുമില്ല, അങ്ങനത്തെ ഒരു ചുറ്റുപാടാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സോഷ്യലൈസേഷന്റെ കുറവ് കാണും. അത് നമ്മളെ പലതരത്തിലും ബുദ്ധിമുട്ടിക്കാറുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. അതൊക്കെ ഈ സോഷ്യലൈസേഷന്റെ കുറവ് കൊണ്ടാണ്. ഇപ്പൊ നല്ലൊരു ആൾക്കാരുമായിട്ട് നന്നായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ച് ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി വന്നാൽ ഒരു സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റബിൾ മെമ്പർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത സോഷ്യലൈസേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ബിഗിൻസ് വെരി ഇയർലി ഓഫ് ദി ലൈഫ് ഓഫ് ദി ഇയർ. വളരെ ഏർലി ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ ഫസ്റ്റ് സോഷ്യലൈസേഷൻ തുടങ്ങി അങ്ങനെ ഒട്ടനവധി പ്രോസസ്സിലൂടെ നമ്മൾ പോകുന്നതാണ്. പിന്നെ ആ സ്കൂളിന്റെ കാര്യം പറയുന്നുണ്ട്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് വായിക്കുക, അതിന്റെ കണ്ടന്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എക്സാമിന് എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഫീച്ചേഴ്സിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ ടേക്ക് പ്ലേസ് ഫോർമലി ആൻഡ് ഇൻഫോർമലി. ഒരു ഫോർമൽ ആയിട്ടുള്ള രീതി, നമ്മളിപ്പോ ഒരു ജോലിക്ക് പോവുകയാണ്, അപ്പൊ അവിടെ കുറച്ച് നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ട്, അവരുടെ അടുത്ത് ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സോഷ്യലൈസ് ചെയ്യണം. മറിച്ച് ഇൻഫോർമൽ ആയിട്ട് കുറച്ച് നമ്മുടെ താഴെത്തിലുള്ള കുറച്ച് പിയൂൺസോ സ്വീപ്പേഴ്സോ ഒക്കെ കാണും, നമ്മളെക്കാളും കുറഞ്ഞ റാങ്ക് ആയിരിക്കും, അവരുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. കാരണം അവർക്കും നമുക്ക് റെസ്പെക്ട് കൊടുക്കണം, ആ ഒരു റെസ്പെക്ട് തിരിച്ചു കിട്ടണം. അതെല്ലാം നമ്മളെ സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റബിൾ മെമ്പർ ആക്കുന്ന, ഒരു നല്ലൊരു മനുഷ്യനാക്കുന്ന ഒരു ഘടകമാണ്. അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞതാണ്, സോഷ്യലൈസേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇങ്ങനെ നമ്മൾ ജനിച്ചത് തൊട്ട് മരിക്കുന്നത് വരെയുള്ള ലൈഫ് സ്പാനിലെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഈ സോഷ്യലൈസേഷൻ. അടുത്ത് സോഷ്യലൈസേഷൻ ഈസ് റാപ്പിഡ് ഇഫ് ദർ ഈസ് മോർ ഹ്യൂമാനിറ്റി.
നമ്മൾ കുറെ മനുഷ്യത്വം ഉണ്ടെങ്കിൽ നമുക്ക് സോഷ്യലൈസേഷനായിട്ട് ഒരു ബന്ധമുണ്ട് അല്ലേ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അപകടം കണ്ടു, നിർത്തുന്നു, ആൾക്കാരെ സഹായിക്കുന്നു, അവരൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലഡ് ഒക്കെ വേണ്ടി വരും, അതൊക്കെ കൊടുക്കുന്നു. അങ്ങനത്തെ കുറച്ച് ചെറിയ 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 ആക്ടിവിറ്റീസ്, അതെല്ലാം നമുക്ക് സോഷ്യലൈസേഷനൊക്കെ പറയാൻ പറ്റും. അടുത്ത ഇൻകൽക്കുലേറ്റ്സ് ബേസിക് ഡിസിപ്ലിൻ. നമ്മുടെ ഒരു എന്താണ് ഒരു ബേസിക് ഡിസിപ്ലിൻ ആണല്ലേ നമുക്കൊരു ഈ സിവിക് സെൻസ് ഒക്കെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് ഈ സൊസൈറ്റിയിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് കീപ്പ് ചെയ്യണം. ഈ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലേ. ഒരു ബേസിക് കോമൺ സെൻസ് എന്ന രീതിയിൽ നമ്മൾ കുറച്ച് സമൂഹത്തിലൊരു അളന്ന രീതിയിൽ നമ്മളെയും ഓക്കെ ആക്കണം, എന്നാൽ മറ്റുള്ളവരെയും അത് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലാത്ത രീതിയിൽ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ സോഷ്യലൈസേഷന്റെ ഒരു ഫീച്ചറാണ്. അടുത്ത ഹെൽപ്സ് ടു കൺട്രോൾ ഹ്യൂമൻ ബിഹേവിയർ. നമുക്ക് അറിയാം ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് ക്യാരക്ടർ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ ഒരു മിസ്ബിഹേവിയർ കൊണ്ട് മറ്റൊരാളുടെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അതിപ്പോ നമ്മളിപ്പോ കാണാറില്ലേ, നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ ആ ഒരു ഒച്ചത്തിലുള്ള ബഹളം വയ്പും, അവരുടെ ഒരു ഫോണിലൊക്കെ ഒച്ചത്തിലുള്ള വോയിസും, അതൊക്കെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള ഒരു വകതിരിവ് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിനെ അത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ പറയാം. അടുത്ത കുറച്ച് ടൈപ്സ് ആണ്. ഇത് ഭയങ്കര ഈസിയാണ്, ഭയങ്കര സിമ്പിൾ ആണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രോ ഇത് മാത്രം മതിയാവും നിങ്ങൾക്ക്. ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ആദ്യത്തേതിൽ നമുക്ക് പ്രൈമറി സോഷ്യലൈസേഷൻ ഉണ്ട്, സെക്കൻഡറി സോഷ്യലൈസേഷൻ. അത് രണ്ടും നോക്കാം. ഈ പ്രൈമറി സോഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞതാണ് ഏർലിയസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ് ആണ്, ഒരു ഇൻഫന്റിന്റെ ഏർലിയസ്റ്റ് ഇയേഴ്സ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യം ഒരു കുഞ്ഞ് ജനിച്ചു, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് സംസാരിക്കാനാണ് അല്ലെ. അച്ഛ അമ്മ എന്ന് ഇങ്ങനെ വിളിച്ച് സംസാരിക്കാനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നു. കുറച്ച് എന്താ ഒരു ടോയ്സ് ഒക്കെ വെച്ച് പഠിക്കുന്നു, കുറച്ച് ആദ്യത്തെ അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുന്നു. അങ്ങനത്തെ കുറച്ച് കൊഗ്നിറ്റീവ് സ്കിൽസും ഇൻഫന്റിന്റെ ലാംഗ്വേജിന്റെ ലേണിങ്ങും, ഇതെല്ലാം നമ്മുടെ പഠിക്കുന്നത് ആരെന്ന്, അച്ഛൻ അമ്മ ഫാമിലി എന്നൊക്കെയാണ്. അത് നമ്മുടെ ഏർലിയസ്റ്റ് ഇതാണ് സോഷ്യലൈസേഷൻ. അപ്പൊ അച്ഛൻ പറയാണ് ഇങ്ങനെ നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ പറയാണ്, കുറച്ച് മുതിർന്നവരെ കാണുമ്പോൾ നമ്മളിങ്ങനെ ബഹുമാനിക്കണം, ഒന്ന് എണീക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം, അവരോട് മോശമായിട്ടൊന്നും പറയാൻ പാടില്ല, തർക്കുത്തരമൊന്നും പറയാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ നമ്മൾ പറയുന്നതാണ് ഈ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അത് അതാണ് നമ്മുടെ ബേസിക് അല്ലേ. നമ്മൾ അത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത് സൊസൈറ്റിയിൽ എങ്ങനെ ഇത് ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കുന്നത്. ആദ്യം നമ്മളെ ഫാമിലിയിൽ പഠിക്കുന്നതേ നമുക്ക് പുറത്തും പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഫോർമേഷനും കാര്യങ്ങളും നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ പഠിച്ചു വരുന്നതാണ് ഈ പ്രൈമറി സോഷ്യലൈസേഷൻ. അടുത്ത സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊന്ന് പുറത്തോട്ട് പോവുകയാണ്. ഫാമിലിയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ നമുക്കൊരു പിയർ ഗ്രൂപ്പ് കിട്ടും അല്ലേ. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സമപ്രായക്കാർ, നമ്മുടെ സമപ്രായത്തിലുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നാട്ടിലോ നമ്മൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ കിട്ടും. അപ്പൊ അവര് വഴി നമ്മൾ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ പഠിക്കും. അവരോടെ ആയിരിക്കും നമ്മൾ പുറത്തൊരു കടയിൽ പോയിട്ട് ഒരു സാധനങ്ങളൊക്കെ വാങ്ങാനും കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഇത്ര രൂപയായി അതിന്റെ ബാലൻസ് ഒക്കെ വെച്ച്, അങ്ങനത്തെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ലൈഫ് മൊമെന്റ്സ് ഒക്കെ നമ്മൾ പഠിക്കത്തില്ലേ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ആരോട് പുറത്ത് ഒരു പുതിയ ആളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ ഒരു കാര്യം, അതൊക്കെയാണ് ഈ സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂടുതലും സ്കൂളിൽ നിന്നായിരിക്കും പഠിക്കുക. എങ്ങനെ ഒരു ടീച്ചറിനെ കാണുമ്പോൾ ഫസ്റ്റ് എണീറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറയുക, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ഫാമിലിക്ക് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അതാണ് ഇത്. അപ്പോൾ പ്രൈമറി ആയി, സെക്കൻഡറി ആയി. അപ്പൊ അടുത്ത കുറച്ച് നമുക്ക് വരുമ്പോൾ അഡൽട്ട്. അത് നമ്മൾ കുറച്ചുകൂടെ ഒരു മുതിർന്ന ആൾ ആകുന്നു. അപ്പൊ നമുക്കൊരു ജോലിയൊക്കെ കിട്ടി. അപ്പൊ ആ ജോലിയുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് കീപ്പ് ചെയ്യണം. ഒരു ഹയർ ഒഫീഷ്യലിനെ നമ്മൾ വിഷ് ചെയ്യണം, അവരെ റെസ്പെക്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. അടുത്ത് പിന്നെ ഹസ്ബൻഡ് വൈഫ് റോള്, അതൊക്കെ വരുമ്പോൾ നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അടുത്തൊരു അഡൽട്ടിലോട്ട് വരുമ്പോഴാണ് അടുത്തൊരു അഡൽട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ച് പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു നമ്മുടെ നേച്ചറിൽ നിന്ന് കുറച്ചൊരു ചേഞ്ചസ് വരുത്തേണ്ട കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മളൊരു 10-20 വർഷം ജീവിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മളൊരു ജോലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു ഒരു കല്യാണമൊക്കെ കഴിഞ്ഞൊരു പുതിയൊരു ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഇതിൽ കുറച്ചുകൂടെ ഇത് വേണം, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും കാര്യങ്ങളും എല്ലാം ഒക്കെ ഒന്ന് സെറ്റിലായി വരുമ്പോൾ ഒരു അഡൽട്ട് സോഷ്യലൈസേഷൻ, അപ്പൊ കുറച്ചുകൂടെ ചേഞ്ചസ് വരും. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസിനെയാണ് അഡൽട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ വരുന്നത്. അടുത്ത ആന്റിസിപ്പേറ്ററി.
ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു ഗ്രൂപ്പിലോട്ട് കയറണം. നമുക്ക് എന്താ, ഇപ്പൊ നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ട് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പൊളിറ്റിക്സിൽ എന്താണെന്ന് കുറച്ച് കാര്യങ്ങൾ അറിയണം. അവിടുത്തെ സിറ്റുവേഷൻസ് എന്താണ്? ചിലടത്ത് സോഷ്യലൈസേഷൻ ആയിരിക്കും, ചിലടത്ത് കമ്മ്യൂണിസം ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് എന്താണെന്ന് നമുക്ക് ബോധം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സോഷ്യലൈസേഷൻ നമുക്ക് അവിടെ നടന്നു, നമുക്ക് അതിനെപ്പറ്റി അറിയാം. എങ്കിലേ നമുക്കൊരു കൾച്ചറിലോട്ടോ ആ ഒരു ഗ്രൂപ്പിലോട്ടോ ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് അങ്ങോട്ട് ആ ഗ്രൂപ്പിലോട്ട് കയറണം എന്ന് നമ്മൾ ഉദ്ദേശിച്ച് അതിനുവേണ്ടി നമ്മൾ കുറെ ചേഞ്ചസ് നമ്മളിൽ വരുത്തുകയാണ്. ആ ചേഞ്ചസ് വരുത്തുന്നതിനാണ് ആന്റിസിപ്പേറ്ററി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പൊളിറ്റിക്കൽ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള പാർട്ടി എന്തെങ്കിലും കാര്യങ്ങളിലോ, എന്തെങ്കിലും നമ്മുടെ ബിലീഫ്സോ വാല്യൂസോ നോംസോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ റോള് നമ്മൾ പഠിച്ച് പുതിയൊരു സ്ഥലത്ത് പോവുകയാണ്. അതിനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്ററി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വേറൊരു നാട്ടിൽ പോവുകയാണ്, അപ്പൊ അവിടുത്തെ കൾച്ചറിലൊക്കെ നമ്മൾ ബ്ലെൻഡ് ആവണം. അങ്ങനെ ഒരു പറയണമെങ്കിൽ നമുക്ക് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആണ് മസ്റ്റ്. അപ്പൊ നമ്മൾ 4 പഠിച്ചു. ഏതൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി, അഡൽട്ട്, ആന്റിസിപ്പേറ്ററി. അപ്പൊ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്കത് ഈസി ആയിട്ട് നമ്മളത് പേപ്പറിലാക്കുകയും വേണം. അടുത്ത റീസോഷ്യലൈസേഷൻ. റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ പോയി. ജയിലിൽ പോകുമ്പോൾ അവിടെ കുറെ സ്റ്റിഗ്മയും കാര്യങ്ങളൊക്കെ കാണും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അത് കുറ്റവാളി എന്ന നിലയിൽ കാണും. അപ്പൊ അയാൾക്ക് ഇനി പുതിയൊരു മനുഷ്യനായിട്ട് ഒരു സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റബിൾ മെമ്പർ ആവണം. അപ്പൊ ഞാൻ പാസ്റ്റ് ഒരു കാര്യമാണ്, അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് വിട്ടു, എനിക്ക് പുതിയൊരു ലൈഫ് ഇവിടെ തുടങ്ങണം അന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റീസോഷ്യലൈസേഷനാണ്. നമ്മുടെ ആ പഴയ ഫോർമർ ബിഹേവിയർ പാറ്റേൺ എല്ലാം മാറ്റി നമ്മൾ പുതിയതാണെന്ന് മനസ്സിലാക്കി അത് സൊസൈറ്റിയുടെ മുമ്പിൽ കാണിച്ചാലേ സൊസൈറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഡിസ്കാർഡിങ് ഫോർമർ ബിഹേവിയർ പാറ്റേൺസ് ആൻഡ് അക്സെപ്റ്റിംഗ് ന്യൂ വൺസ്. അതാണ് ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ. ഇത് വെച്ച് നിങ്ങൾ ആദ്യം ഒരു ചെറിയൊരു ഡെഫിനിഷൻ എന്താണെന്ന് അവര് മനസ്സിലാക്കാൻ തക്ക ഒരു കൊടുക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ മാത്രം എഴുതി വെച്ചാൽ മതി. നമുക്കൊരു ഒരു ഒരു 3, 4, 5 സെന്റൻസ് ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു റീസോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ പുതിയതാണ്. അപ്പൊ ഒരു ടോട്ടൽ ചേഞ്ച് ആണ് റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത് അപ്പൊ അത് സിമ്പിൾ ആയിട്ട് 4 പോയിന്റ്സ്, 5 പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹെഡിങ്സ് എല്ലാം നല്ല ബോൾഡ് ആയിട്ട് എഴുതണം. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഈ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയൊരു എക്സാമ്പിളും ഒക്കെ വെച്ച് സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതാൻ പറ്റിയ സാധനമാണ്. അടുത്ത ഏജൻസീസ് നമുക്ക് നോക്കാം. കുറെ ഏജൻസീസ് ഉണ്ട്. നമുക്ക് കുറെ സോഷ്യലി നമ്മുടെ അവെയർ ആക്കുന്ന, സോഷ്യലി നമ്മൾ അക്സെപ്റ്റബിൾ ആക്കുന്ന കുറച്ച് ഏജൻസീസ് ഉണ്ട്. ആ ഏജൻസിയിൽ ഒന്ന് നമ്മൾ പറഞ്ഞതാണ് ഫാമിലി. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ ആണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, ഏജൻസിയാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. 2 നമുക്കറിയാം പിയർ ഗ്രൂപ്പ്. 3 ഓഫ് കോഴ്സ് റിലീജിയൻ. കാരണം റിലീജിയസ് നോംസ് ഒക്കെ പല റിലീജിയസിലും പല രീതിയിലുള്ള കണ്ടീഷൻസും ടേംസും ഒക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ സോഷ്യലൈസേഷനെ നമ്മളെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ ഓഫ് കോഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് അറിയാം. നമ്മളെ പുതിയ ഇപ്പൊ അറിയാം, നമുക്കൊരു സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, CBSE സിലബസ് ഉണ്ട്. രണ്ടിടത്തുമുള്ള ആൾക്കാരുടെ ഒരു ക്യാരക്ടറും ബിഹേവിയറും ഒക്കെ രണ്ട് തരത്തിലായിരിക്കും. അതും ഈ അവിടുത്തെ ആ ഒരു കണ്ടീഷൻസ്, അവര് എങ്ങനെയാണ് ഒരു കുട്ടിയെ ടേം ചെയ്തെടുക്കുന്നത്, അത് ഡിപ്പെൻഡ് ആയിരിക്കും. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സോഷ്യലൈസേഷനും തമ്മിലുള്ള ബന്ധം. അടുത്ത ഓഫ് കോഴ്സ് ഒക്കുപേഷൻ. നമ്മളിപ്പോ ഒരു നോർമൽ ചെറിയ താഴെ തട്ടിലുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് വരും. ഇനി ഓഫ് കോഴ്സ് ഒരു സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആയിട്ടുള്ള ജോലിയൊക്കെ വരും. ഇപ്പൊ നിങ്ങളൊരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടൊക്കെ വരുമ്പോൾ അവിടുത്തെ ഒരു കണ്ടീഷൻ, ഹെൽത്ത് സർവീസിന്റെ ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചേഞ്ചസ് ഒക്കെ ആയിരിക്കും നിങ്ങളിൽ വരുന്നത്. അപ്പൊ അങ്ങനത്തതാണ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ ഈ കുറെ സാധനങ്ങൾ പറഞ്ഞു, കുറെ ഫീച്ചേഴ്സ് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. ഇത് എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നു എന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം, ഇതൊരു ഇൻഡിവിജ്വലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും സൊസൈറ്റിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും ഉണ്ട്. ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു നോക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൊസൈറ്റിയിൽ നമ്മൾ അവെയർ ആവണം എന്ന് നമുക്കറിയാം. നമുക്ക് കുറച്ച് എന്തായാലും ഒരു മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഒരു ദിവസം തള്ളി നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഓട്ടോ ചേട്ടനായിരിക്കും, ചിലപ്പോൾ ഒരു ബസ് ഡ്രൈവർ ആയിരിക്കും. അതെല്ലാം ഒരു ചെറിയ 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 സൊസൈറ്റിയിൽ വരുന്നൊരു സോഷ്യലൈസേഷൻ ആണ്. അപ്പൊ അതിന് പുറമെ വ്യൂ ഓഫ് സൊസൈറ്റി ഉണ്ട്. നമ്മൾ ഒരു സൊസൈറ്റി നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാട്ടുകാർ വിചാരിക്കുന്ന പോലെ ജീവിക്കണം അങ്ങനെയൊന്നും അല്ല. ഈ സൊസൈറ്റി നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്.
ഒരു ഏജ് ബേസിസിലായിരിക്കാം, ചിലപ്പോൾ ജെൻഡർ ബേസിസിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിസിലായിരിക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത് തന്നെ, ഈ സോഷ്യലൈസേഷൻ ആണ് നമ്മളൊരു റെസ്പോൺസിബിൾ മെമ്പർ ആക്കുന്നത്, അല്ലെ? ഇപ്പൊ ഒരു കുട്ടി, ഒരു എക്സാമ്പിൾ പറയാം, ഒരു കുട്ടിക്ക് സോഷ്യലി ഒന്നുമില്ല, അയാൾ ഒരു ജനിച്ച ശേഷം ഒരു 10-12 വയസ്സ് വരെ വീട്ടിൽ തന്നെ രക്ഷകർത്താക്കൾ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരാൾ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്, ജോലിയുടെ ആവശ്യത്തിന് എന്തിനെങ്കിലും പുറത്തോട്ട്. അപ്പൊ പെട്ടെന്ന് ഭയങ്കര ഒരു ഷോക്ക് ആയിരിക്കും, അല്ലേ? ഇത്രയും നാളെ ഇൻട്രോവേർട്ട് ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ജോലിയിലോട്ട് പോകുമ്പോൾ അവർക്ക് ആൾക്കാരോട് എന്ത് സംസാരിക്കണമെന്നറിയില്ല, എങ്ങനെ ബിഹേവിയർ ചെയ്യണമെന്നറിയില്ല, ആൾക്കാരെ എങ്ങനെ വിഷ് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു റെസ്പോൺസിബിൾ മെമ്പർ ആക്കണമെങ്കിൽ നമുക്ക് ആ ചെറിയ ഏജിൽ നിന്നേ പല ഈ കാറ്റഗറീസിൽ നമുക്ക് സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ സോഷ്യലൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് 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 എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ ഇന്ററാക്ട് ആയി അത് മിങ്കിളായി പഠിച്ചാൽ മാത്രമേ അതിന്റെ സൊസൈറ്റി എന്താണെന്നും നമ്മളൊരു സോഷ്യലി എങ്ങനെ ബോധേഡ് ആയിരിക്കണമെന്നും നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് തന്നെയാണ് ഈ സോഷ്യലൈസേഷന്റെ മെയിൻ ഇമ്പോർട്ടന്റ്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ഈസിയാണ്. ഈ കണ്ടന്റ് മാത്രം മനസ്സിലാക്കുക, സിമ്പിൾ ആയിട്ട് നിങ്ങളുടേതായ സെന്റൻസിൽ അങ്ങ് എഴുതുക. പിന്നെ ഓഫ് കോഴ്സ് ഇതിന്റെ ഹെഡിങ്സ് ഒന്നും മറക്കരുത്. പുതിയ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, ആന്റിസിപ്പേറ്ററി, സോഷ്യലൈസേഷൻ എന്നൊക്കെ കുറച്ച് വാക്ക് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ വാക്കുകളിലൊന്നും ഭയങ്കര ഒരു ഇഷ്യൂ ഒന്നുമില്ല. അത് ഈസി ആയിട്ട് മീനിങ് മാത്രം മനസ്സിലാക്കി ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയതാണ്. ഇതൊരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് എന്തായാലും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 5 മാർക്സിന് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിലും ഇതിൽ നിന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചു. കാരണം സോഷ്യോളജി ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ് പേപ്പർ 4. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ട് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിന് കാണാം. താങ്ക് യു.